ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാ കിച്ചൺ. ഇന്ന് ലോബ്സ്റ്റർ ഗ്രില്ല് ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസി ആയിട്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. മാത്രമല്ല ലോബ്സ്റ്റർ ഗ്രില്ല് ചെയ്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇന്ന് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന 6 ലോബ്സ്റ്റർ എടുത്തിട്ടുണ്ട്. ലോബ്സ്റ്റർ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ബട്ടറിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ബട്ടർ എടുക്കുമ്പോഴത്തേക്കും സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നതെങ്കിൽ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് അൺസോൾട്ടഡ് ബട്ടറാണ്. ഇനി നമുക്ക് മസാല ലോബ്സ്റ്ററിലേക്ക് നല്ലവണ്ണം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ 2 വശത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മസാല എല്ലാം ലോബ്സ്റ്ററിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിത് എയർ ഫ്രയറിലിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. 200 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 8 മിനിറ്റ്സ് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രൈയിങ് പാനിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കേണ്ട. നമ്മൾ ബട്ടർ ചേർത്തിട്ടാണ് ഇത് മാരിനേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടിട്ട് എക്സ്ട്രാ ഓയിലൊന്നും ചേർക്കാതെ തന്നെ നമുക്കിത് ഫ്രൈയിങ് പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 8 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ലോബ്സ്റ്റർ നല്ലവണ്ണം ഗ്രില്ലായി വന്നിട്ടുണ്ട്. ലോബ്സ്റ്ററൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇതേപോലെ ഒന്ന് ഗ്രില്ലൊക്കെ ചെയ്തൊന്ന് കഴിക്കും. നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്തേക്കണേ. എന്നാൽ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടിൽ ദെൻ ബൈ.